പോവല്ലേ സിനിമയ്ക്ക് പോവല്ലേ? അയ്യേ വേറെ റെഡിയാവും. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. ലുലുവിലേക്കാണ് പോകുന്നത്. സിനിമയുടെ പേര് മഹാരാജ ഹോസ്റ്റൽ. അപ്പം നിന്ന് കണ്ടിട്ട് വരാം. സഞ്ജുവിനെ വിളിച്ചിട്ട് വാ. സഞ്ജു വന്നിട്ടില്ല കേട്ടോ. സഞ്ജു കളിയുടെ തിരക്കിലാണ്. ഞങ്ങൾ പോകാൻ ഇവിടെ റെഡി ആയിട്ട് കാണാൻ സഞ്ജുവിനെ കാണാനില്ല. ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ലുലുവിലെത്തി. ലുലുവിൻ്റെ ഉള്ളിൽ കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ടൈം ലേറ്റായി. 7:00-ക്കാണ് സിനിമ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം തന്നെ 7:35 നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞങ്ങളത് എസ്കലേറ്റർ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേതാ സിനിമയ്ക്ക്? ഏത് സിനിമയ്ക്ക് പോകണമെന്ന് അറിയാം? ഏതാ സിനിമയുടെ പേര് പറ? മഹാരാജ ഹോസ്റ്റൽ. എന്നാണ് മഹാരാജ ഹോസ്റ്റൽ. ലുലുവിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ എസ്കലേറ്റർ കയറി നടന്നുകൊണ്ടിരിക്കുന്നു. 2nd ഫ്ലോറിലാണ് തിയേറ്റർ ഉള്ളത്. സിദ്ധു ഉണ്ട് സ്റ്റെപ്പിൽ കൂടെ നടന്നോണ്. എന്തേ ക്ഷീണിച്ചാ? ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ആണ് ഇതിൽ അഭിനയിക്കുന്നത്. മറ്റേ സോഷ്യൽ മീഡിയയിലുള്ള മറ്റേ എന്താ അഖിലോ എന്താണ് പേര്? അഖിൽ NRD എന്നൊക്കെ പറഞ്ഞ ഇൻഫ്ലുവൻസർ അല്ലേ, അവരൊക്കെയാണ് ഇതിലുള്ളത്. നമുക്ക് എന്തായാലും പോയി കണ്ടു നോക്കാം. അങ്ങനത്തെ ഞങ്ങൾ ലുലുവിൻ്റെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് നമ്മുടെ സ്പൈഡർമാൻ പോസ്റ്റർ കണ്ടോ? തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ടിക്കറ്റ് ഇവിടെ കാണിക്കുക, ഉള്ളിൽ കയറുക. എന്തായാലും സിനിമ എങ്ങനെ നോക്കാം. പുതുമുഖങ്ങളുടെ സിനിമയാണ്. എങ്ങനെ നമുക്ക് കാണാം. അത്യാവശ്യം തിരക്കുണ്ട് തിയേറ്ററിൽ കണ്ടോ. ഇത് ഈ സിനിമയായിട്ട് നമ്മൾ കാണാൻ പോണത് മഹാരാജ ഹോസ്റ്റൽ. നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് ഉള്ളിൽ കയറാൻ പോവാണ്. നമ്മുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. അവിടെ ചെക്ക് ചെയ്യുമല്ലോ അവിടെ പോകുമ്പോൾ, അതൊക്കെ കഴിഞ്ഞു. അത് സഞ്ജു സിദ്ധൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രീൻ 2-ലാണ് കേട്ടോ നമ്മൾ കയറാൻ പോണത്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. ഇതേ സിനിമ തുടങ്ങാൻ വേണ്ടി പോവാണ്. അത് എല്ലാവരും സീറ്റിംഗ് ആയി. വെൽക്കം ടു PVR. അങ്ങനെ സിനിമ തുടങ്ങി, നമുക്ക് കണ്ടു നോക്കാം. സഞ്ജു സിദ്ധു അങ്ങനെ ഇൻട്രസ്റ്റോട് കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സിനിമയുടെ ഇൻ്റർവെൽ വരെയായി. ഇൻ്റർവെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ടത്? പിന്നെ കോമഡി ഉണ്ടോ? സഞ്ജു സിദ്ധു നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ? അവർക്ക് അത്യാവശ്യം കോമഡി സിനിമ കൊള്ളാം. വലിയ താരങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ന്യൂ കമേഴ്സാണ്, പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പടം ചെയ്തിട്ടുണ്ട്. ഇൻ്റർവെൽ വരെ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. നല്ല കോമഡി ഉണ്ട്, പിന്നെ ചെറിയൊരു ഹൊറർ എഫക്റ്റ് ഉണ്ട്. പ്രേതമുണ്ട് അല്ലേ? പേടിയായ? കൊള്ളാം. എല്ലാവരും വന്ന് കാണാൻ കുഴപ്പമില്ല. ഇൻ്റർവെൽ വരെ കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇത് ടോയ്ലറ്റിൽ പോകണം പറഞ്ഞിട്ട് ടോയ്ലറ്റിൽ പോവാട്ടോ. ഒറ്റയ്ക്ക് പോവോ?
ഇപ്പോൾ എല്ലാ തിയേറ്ററിലും ഡ്രിങ്കിങ് വാട്ടർ വയ്ക്കണമെന്ന് നിയമമുള്ളതുകൊണ്ട് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. തണുത്ത വെള്ളമാണ്. ഇവിടെ വരാൻ പോകുന്ന സിനിമയുടെയൊക്കെ പോസ്റ്ററുകൾ നിന്നത് ഖലീഫ, അയാം ഗെയിം, മോണ, അൻപേ ഡിയാന, ഒഡീസി, ഈവിൾ ഡെഡ് ബേർഡ്, പ്ലൂട്ടോ. ആരെ കൊള്ളാലോ. വാ വാ പോരെ. എല്ലാം വായിച്ചാ? ഞങ്ങൾ സ്ക്രീൻ നമ്പർ 2-ലാണ് കരുത്. അവിടെ 5 കാണുന്നുണ്ട്, ഇവിടെ 8 കാണുന്നുണ്ട്, ആ അറ്റത്ത് 9 കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊണ്ട് ഇവിടെ ടോട്ടൽ 9 സ്ക്രീൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വേറെ ഇറങ്ങുന്ന സിനിമകളാണ്. അവറാച്ചൻ സൺസ്, ഉന്മാദം, വിവ, പിന്നതേതാ ലോ ആൻഡ് ഓർഡർ. ഇതിൽ ഞങ്ങളുടെ മാത്രമാണ് ഇപ്പോൾ ഇൻ്റർവെല്ലായിട്ടുള്ളത്. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ ഇൻ്റർവെല്ലായിട്ടും. അപ്പോൾ വേറെ ഫിലിംസൊക്കെ ഇൻ്റർവെല്ലാവാൻ പോകുന്നുള്ളൂ. അപ്പോൾ വലിയ തിരക്കില്ല ഇവിടെ. ഇവിടെ സൈക്കിളിൽ കണ്ടോ കുറേ അറേഞ്ച് ചെയ്ത് ഇവിടെ ഈ ഷോപ്പിലെ ഐറ്റംസ് ഉണ്ട്. ഈ സൈക്കിളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടേങ്ങനെ നോക്കിയേ. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ഫിലിം കണ്ടു. ഇപ്പോൾ ഇതേ ഞങ്ങൾ ഫിലിം കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ. സിനിമ കണ്ടായിരുന്നു? ഇന്നായിരുന്നു കേട്ടോ സിനിമയുടെ റിലീസ്. ഞങ്ങളത് സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ലുലുന്ന് പുറത്ത് പോവാണ്. ഇനി ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം, എന്നിട്ടാണ് വീട്ടിൽ പോണേ. എവിടുന്ന ഫുഡ് കഴിക്കേണ്ടത്? ഇത് എവിടുന്ന ഫുഡ് കഴിക്കുക? പറയ്. ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മലയാളം റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ടോ, പാലാരിവട്ടം. ചൈനീസ് റെസ്റ്റോറൻ്റാണ്, അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റാണ് എറണാകുളത്ത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുകയാണ്. ഞങ്ങൾ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുകയാണ്. ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു കറിയും ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ ഇന്നലെ സിനിമയ്ക്ക് പോയിട്ട് രാത്രി ലേറ്റായിട്ടാണ് എത്തിയത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ ആയി. സോ മഴയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും 11 മണി കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും ഉറക്കത്തിന് ക്ഷീണമായി, എല്ലാവരും വേഗം കിടന്ന് ഉറങ്ങി. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. ആക്ച്വലി ഇന്നലെ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ജെന്യൂൻ അഭിപ്രായം പറ. കോമഡി ഉണ്ടോ? ആദ്യം കോമഡി കണ്ടായിരുന്നു, പിന്നെ ഹൊററായി. ആദ്യം കോമഡി, പിന്നെ ഹൊറർ, പിന്നെ അങ്ങനെ മിക്സ് ആയിട്ട് വന്നു. സിദ്ധ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കൊള്ളാവോ? എന്താ ഇഷ്ടപ്പെട്ട സിനിമയിൽ? പ്രേതം. ആക്ച്വലി അവർ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഇതൊരു ചെറിയ സിനിമയാണ്, ഒരു സ്മോൾ ബഡ്ജറ്റ് സിനിമയാണ്. പിന്നെ പുതിയൊരു ഡയറക്ടറാണ്. അപ്പോൾ പുതിയ ആർട്ടിസ്റ്റുകളെല്ലാം പുതിയതാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു സിനിമ, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ കൊള്ളാം, കണ്ടിരിക്കാവുന്ന സിനിമയാണ്. അത്യാവശ്യം ചെറിയ കോമഡി ഹൊററൊക്കെ ആയിട്ട് അടിപൊളി സിനിമയായിരുന്നു അല്ലേ? കൊള്ളാം അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ ഇതിൽ ഒരു സസ്പെൻസായിട്ടൊരു കാര്യം നടന്നു. സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരാൻ വേണ്ടി എണീക്കാൻ നേരത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളെല്ലാം തിയേറ്ററിൽ വന്നു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആർട്ടിസ്റ്റുകളെല്ലാം വന്നു, സഞ്ജുവും സിദ്ധുവൊക്കെ അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കും. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ആയാലും ഇപ്പോൾ കുറേ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം നിങ്ങൾ വേണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ, കാരണം ഞങ്ങൾ തുടക്കക്കാരാണ്. ആ പരിമിതികളൊന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിൽക്കത്തില്ലേ? ഹായ്.
ഞാൻ യൂട്യൂബ് വീഡിയോ കാണും. എനിക്ക് കാണാം എൻ്റെ അടുത്തും പറയണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പടം സപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് വലിയ ബഡ്ജറ്റിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ പ്രൊഡക്ഷനൊക്കെ ഭയങ്കര നമുക്ക് ചെറുതാണ്. ഒരു ഡയറക്ടർ, അത് തെലുങ്കാളാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ പുള്ളി മലയാള ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യൂസ് നിങ്ങൾ അറിയിക്കുക. അതായത് നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ കുറേ അഭിനയത്തിൽ ഇതിലൊക്കെ കുറേ ഫാൾട്ടുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയാൽ വെച്ചാൽ നിങ്ങൾ ജെന്യൂനായിട്ട് പറയാം. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു റിയലിലെ ക്യാരക്ടറാണ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ക്യാരക്ടറാണ് ഞങ്ങൾ ഡയറക്ടർ ഞങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളത് അഡാപ്റ്റ് ചെയ്ത് അഭിനയിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇത്രയും ആൾക്കാർ കാണാൻ വന്നൊരു സന്തോഷം കേട്ടോ. അയ്യോ അപ്പോൾ നിങ്ങൾ കണ്ടു ആർട്ടിസ്റ്റുകളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ മീൻസ് സിനിമ കാണാൻ വന്നവരോട് ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞു. സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവരും പറഞ്ഞു ചെറിയ സിനിമയാണ്, ചെറിയ സബ്ജക്റ്റാണ്. പക്ഷേ ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് അത് അവരെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഖിൽ NRD നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഞങ്ങൾ സിനിമ കാണാൻ പോയ അതിൻ്റെ റിവ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എപ്പോൾ വരും? അടുത്ത വീഡിയോ ആയിട്ട് എപ്പോൾ വരും? എപ്പോഴാണ് അടുത്ത വീഡിയോ എടുക്കാൻ പോണേ? അറിയില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.